Yes. Question നോക്കുക. From the following details, prepare statement of equivalent production, statement of cost, statement of evaluation, and a process account by the following average cost method. ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ നമ്മോട് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോസസ് കോസ്റ്റിങ്ങിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വൽ പ്രൊഡക്ഷന്റെ ഭാഗത്ത് വരുന്ന പ്രോബ്ലം ആണിത്. മെത്തേഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ആവറേജ് കോസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് നമുക്ക് ലിഫോ ഫിഫോ ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഇങ്ങനെ മെത്തേഡുകൾ 3 മെത്തേഡുകളാണ് നമ്മൾ ഈ എന്താണ് ഈക്വൽ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഫിഫോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, ലിഫോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയും. ഈ മെത്തേഡ് ഈക്വൽ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മൾ അവിടെ എന്താണ് ഫിഫോ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം വന്നതിൽ നിന്നും, അതായത് നമ്മുടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ള ഐറ്റത്തെ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് ഏത് ഫിഫോ മെത്തേഡിൽ. ആദ്യം വന്നതിലുള്ള ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയിരിക്കും. ആ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു ഫുൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ആദ്യം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റിൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു രീതിയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം അവിടെ എന്താണ്, അതുകൊണ്ട് തന്നെ ഫിഫോ എന്നുള്ള ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം വന്നത്, രണ്ടാമത്തെ വന്നത്, മൂന്നാമത്തെ വന്നത് ഏതാന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഗ്രൂപ്പ് ചെയ്യണം എന്നുള്ളത് അവിടെ നിർബന്ധമാണ്. ഓക്കെ, പിന്നെ ഉള്ള ലിഫോ ആണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പ്രത്യേകം എന്താണ്, അവിടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് ഏറ്റവും അവസാനമായിരിക്കും. ഇവിടെ ചെയ്യുന്നത് ഈ ഏറ്റവും ലാസ്റ്റ് ഫേമിലേക്ക് എത്തിയിട്ടുള്ള റോ മെറ്റീരിയൽ ഏതാണോ ആ റോ മെറ്റീരിയലിനെ ആയിരിക്കും ആദ്യം ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുക. അതാണ് ലാസ്റ്റ് ഇൻ. അവിടെയും നമുക്ക് എന്താണ് ഈ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താണ് സ്റ്റോക്ക് ഐറ്റം വന്നതിന്റെ ഓർഡർ അവിടെയും അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അടുത്ത മെത്തേഡാണ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ഇത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. കാരണം എന്താണ്, നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് ഗ്രൂപ്പുകളാക്കി തിരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എന്തുകൊണ്ട്? കാരണം ഇവിടെ നമ്മൾ ആദ്യം വന്നതിൽ നിന്നും അല്ലെങ്കിൽ അവസാനം വന്നതിൽ നിന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ്, മൊത്തം റോ മെറ്റീരിയലിനെ ഗോഡൌണിൽ ഒരുമിച്ച് സൂക്ഷിച്ചാൽ മതി. അതിൽ നിന്നും ആ റോ മെറ്റീരിയൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആദ്യം വന്നതിൽ നിന്നാണോ രണ്ടാമത്തെ വന്നതിൽ നിന്നാണോ എന്നുള്ളൊരു ചിന്ത എന്തില്ല, ഈ ആവറേജ് മെത്തേഡിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതങ്ങനെ മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ആവറേജ് കോസ്റ്റ് മെത്തേഡിലുള്ള പ്രോബ്ലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ക്വസ്റ്റ്യൻ എന്താ നമുക്ക് തന്നിട്ടുള്ളത്, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്, എത്രയാണ്, 2000 യൂണിറ്റ് ആണ്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് ആ ടേബിളിനകത്ത് തന്നിട്ടുള്ളത്. മെറ്റീരിയൽ 100% കംപ്ലീറ്റ് ആണ്. ലേബർ എത്രയാണ്, 60% ആണ് കംപ്ലീറ്റ്. ഓവർഹെഡ് 60% കംപ്ലീറ്റ്. പിന്നെ ഈ പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എത്ര, 8000 യൂണിറ്റ് പുതിയ നമ്മുടെ പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 8000 യൂണിറ്റ്. പിന്നെന്താണ്, ദർ ആർ 2000 യൂണിറ്റ് ഇൻ പ്രോസസ് ആൻഡ് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ് എസ്റ്റിമേറ്റ് ടു ബി. അതായത് എന്താണ്, പ്രോസസ്സിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരു 2000 യൂണിറ്റ് എന്തുണ്ട്, അവിടെ പ്രോസസ്സ് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദർ ആർ 2000 യൂണിറ്റ് ഇൻ പ്രോസസ് ആൻഡ് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി. 2000 യൂണിറ്റ് എന്താണ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് കിടക്കുന്നുണ്ട്, അതായത് കംപ്ലീറ്റ് ആവാത്ത 2000 യൂണിറ്റ് ഉണ്ട്. അവിടെ അതിന്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ട്. അവിടെയും മെറ്റീരിയൽ 100% ആണ്. ലേബറും ഓവർഹെഡും 50-50 ആണ്. ഓക്കെ, ദെൻ 800 യൂണിറ്റ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്. 800 യൂണിറ്റ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ബൈ മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ്. 8000 യൂണിറ്റ് ആണ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. അത് അവരുടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. പിന്നെ എന്താണ്, ദ പ്രോസസ് കോസ്റ്റ് ഫോർ ദി പീരീഡ് ആർ. ആ ഒരു പീരീഡിലേക്ക് വന്നിട്ട് പ്രോസസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, മെറ്റീരിയലിന് 1,00,000 രൂപ, ലേബറിന് 78,000 രൂപ, ഓവർഹെഡിന് 39,000 രൂപ. ഇത്രയും ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളോട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വൽ പ്രൊഡക്ഷനും സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനും പ്രോസസ് അക്കൗണ്ടും, അതായത് സാധാരണ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനകത്തൊക്കെ വരേണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് വന്നിട്ടുള്ളത് പാരഗ്രാഫിൽ തന്നെയാണ് കേട്ടോ. അതായത് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ആ പാരഗ്രാഫിനകത്ത് വന്നിട്ടുള്ളത്. ആവറേജ് കോസ്റ്റ് മെത്തേഡാണ്. ഫിഫോ മെത്തേഡാണ് കുറച്ചും കൂടി ടഫായിട്ട് വരാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതായാലും 2021 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കുന്ന എന്താണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വൽ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ.
ക്വസ്റ്റ്യൻ എപ്പോഴും കയ്യിൽ ഉണ്ടാവണം, കാരണം നമുക്ക് പവർ പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ബാക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ കയ്യിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് നോട്ട്ബുക്കിൽ എന്നോടൊപ്പം ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ആയി ചോദിക്കാം കേട്ടോ. അപ്പം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആദ്യം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് നോക്കുക. ഏതൊക്കെ കോളം വേണം? ഇൻപുട്ട് കോളം വേണം, യൂണിറ്റ് കോളം വേണം, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം അല്ലേ? അപ്പം ഇവിടെ ഈക്വലന്റ് പ്രൊഡക്ഷൻ മെറ്റീരിയലിന്റെ മാത്രം നമുക്ക് സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമുള്ളൂ. എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യനകത്ത് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും, ലേബറും ഓവർഹെഡിന്റെ ഒക്കെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എന്താണ്? സെയിം പെർസെൻറ്റേജ് ആണ്, 60% തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് കോളം ഫില്ല് ചെയ്യാം. ഇൻപുട്ടുകളായിട്ട് ഇവിടെ വരുന്നത് നമുക്കറിയാം, ആദ്യത്തെ മെയിൻ ഇൻപുട്ട് എന്താണ്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻപുട്ട് കോളത്തിൽ എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്. എത്രയാണ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് വരുന്നത്? 2000 യൂണിറ്റ് ആണ്. 2000 യൂണിറ്റ് ആണ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉള്ളത്. ഓക്കെ, പിന്നെ അടുത്ത ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു പ്രോസസ്സിലേക്ക് എന്താണ് നിങ്ങൾ കാണാം, ആ ടേബിളിനകത്ത് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദിസ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഒരു 8000 യൂണിറ്റ് ഈ പ്രോസസ്സിലേക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇൻപുട്ട് ആയിട്ട് നമുക്ക് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ്? 8000 യൂണിറ്റ്. ഓക്കെ, അപ്പം മൊത്തം ഇൻപുട്ട് ആയിട്ട് വരുന്നത് 10000 യൂണിറ്റ് ആണ്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ഔട്ട്പുട്ട് കോളം ഫില്ല് ചെയ്യാം. ഔട്ട്പുട്ട് കോളം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഔട്ട്പുട്ട് ആവുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, പിന്നെ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്, പിന്നെ ക്ലോസിംഗ്, അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. പക്ഷെ ഇതൊരു ആവറേജ് മെത്തേഡ് ആകുമ്പോൾ നമുക്ക് ഓപ്പണിംഗ്, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ വേറെ തിരിച്ച് എഴുതേണ്ട ആവശ്യം ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ആവറേജിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഒരൊറ്റ ഗ്രൂപ്പ് അല്ലെ, ഒരു ഗ്രൂപ്പിൽ നിന്ന് മെറ്റീരിയൽ എല്ലാം ഒരു സ്റ്റോക്ക് ആണ്, ആ സ്റ്റോക്കിൽ നിന്ന് എടുത്തു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്തില്ല, സെപ്പറേറ്റ് ഗ്രൂപ്പുകളാക്കി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാധാരണ ഇതിൽ നിന്നും മാറിയിട്ട് ഇവിടെ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ആണ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിലെ 2000-ൽ നിന്നും പിന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള 8000-ൽ നിന്നും മൊത്തത്തിലുള്ള ആ 10000 യൂണിറ്റിൽ നിന്നും എത്ര യൂണിറ്റിന്റെ ഉൽപ്പാദനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. അപ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് അവിടെ കംപ്ലീറ്റ് ആയി തീർന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് ഔട്ട്പുട്ട് കോളത്തിൽ എഴുതുന്നത് ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്നുള്ള ഒരുമിച്ച്, അതായത് ഫിനിഷ് ആയിട്ടുള്ളത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് എത്ര യൂണിറ്റ് ആണ്? ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് എത്ര യൂണിറ്റ് ആണെന്നുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, there are 2000 യൂണിറ്റ് ഇൻ ദി പ്രോസസ് ആൻഡ് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഈസ്, അതായത് ഏറ്റവും അവസാനം പറയുന്നുണ്ട്, രണ്ടാമത്തെ നോക്കി കാണാൻ പറ്റും ടേബിളിന് താഴെയായിട്ട് 2000 യൂണിറ്റ് എന്താണ്? ഇൻ പ്രോസസ്സിലാണ്. അപ്പൊ 2000 യൂണിറ്റ് ഇൻ പ്രോസസ്സിലാന്ന് പറഞ്ഞാൽ മൊത്തം 10000-ൽ 2000 യൂണിറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും? 8000 യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അവർ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് താഴെ വീണ്ടും തന്നിട്ടുണ്ട്, എന്താണ്? നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒരു 0 കുറവുണ്ട്, പക്ഷെ മനസ്സിലാക്കുക കേട്ടോ. 8000 യൂണിറ്റ് ആ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ 8000 യൂണിറ്റ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറയുമ്പോൾ അതിന്റെ എന്താ അതിനർത്ഥം? അത് 100% കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ള ഒന്നായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ നേരെ യൂണിറ്റ് കോളത്തിൽ എത്ര എഴുതുക? 8000 എഴുതുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ നമുക്ക് ഡൗട്ട് ഇല്ലല്ലോ, എന്താണ്? 100% അവിടെ കംപ്ലീറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 100% എഴുതുന്നു. യൂണിറ്റ് എത്ര ആയിരിക്കും? രണ്ട് ഭാഗത്തും 100% എഴുതുന്നു. യൂണിറ്റ് സെയിം 100% കംപ്ലീറ്റ് ആകുമ്പോൾ 8000 തന്നെയാണ്, മാറ്റമൊന്നും ഇല്ല. ഓക്കെ, ഇനി അപ്പം മൊത്തം 10000 യൂണിറ്റ് ഇൻപുട്ട് ഉള്ളതിൽ 8000 യൂണിറ്റ് അവിടെ തീർന്നു. ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം, അടുത്ത് എന്താ പറഞ്ഞത്? ഇവിടെ അബ്നോർമൽ ലോസിനെ കുറിച്ചോ അബ്നോർമൽ ഗെയിനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്? 2000 യൂണിറ്റ് എന്താണ്? ഇൻ പ്രോസസ് എന്ന് പറയും. ഇൻ പ്രോസസ് എന്നാൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന അർത്ഥം. ഒരു 2000 യൂണിറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ കിടക്കുന്നുണ്ട്, വിച്ച് മീൻസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് 2000 യൂണിറ്റ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിന്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷനും തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 100%, ലേബർ 50, ഓവർഹെഡ് 50 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് എഴുതാം ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതാം. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്ര യൂണിറ്റ് ആണ്? 2000 യൂണിറ്റ് അല്ലെ. 2000 യൂണിറ്റ് എന്ന് കൊടുക്കുക.
ദെൻ അതിന്റെ സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മെറ്റീരിയൽ 100% ആണ്. ആ മെറ്റീരിയലിന്റെ കോളത്തിൽ 100 കൊടുക്കുക. അപ്പൊ അതിനർത്ഥം എന്താണ്? അതിന് യൂണിറ്റ് എത്ര തന്നെ ആയിരിക്കും? സെയിം 2000 തന്നെ ആയിരിക്കും. ദെൻ ലേബറും ഓവർഹെഡ് എത്രയാണ്? രണ്ടും 50% ആണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടിനും കൂടി ഒരുമിച്ചൊരു കോൾ ആക്കി കൊടുത്തത് കേട്ടോ. അത് എത്രയാണ്? 50%. ദെൻ അപ്പം 2000-ന് 50% എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റ് ആയിരിക്കും? 1000 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്ത് നോക്കുന്ന സമയത്ത് മെറ്റീരിയൽ വരുന്നത് ഈക്വലന്റ് യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ എത്രയാണ്? 10000 വന്നു. ഈക്വലന്റ് യൂണിറ്റ് ഓഫ് ലേബർ ആൻഡ് ഓവർഹെഡ് എത്ര വന്നു? 9000 യൂണിറ്റ് വന്നു. ക്ലിയർ അല്ലേ? അപ്പം മെറ്റീരിയലിന്റെ 10000 യൂണിറ്റും ലേബർ ആൻഡ് ഓവർഹെഡിന്റെ ഈക്വലന്റ് യൂണിറ്റ് വന്നിട്ടുള്ളത് 9000 ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കോളത്തിന്റെ യൂണിറ്റ് കോളം നമുക്ക് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ഞാൻ അവിടെ ടോട്ടൽ ചെയ്തിട്ടില്ല. അത് രണ്ടും കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് എത്ര തന്നെ വരണം? 10000 വരണം. നോക്കുക അല്ലെ? 8 + 2 10000 തന്നെയാണ് അവിടെയും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഏത് മെത്തേഡില്? ആവറേജ് കോസ്റ്റ് മെത്തേഡില്. ക്ലിയർ? ഇതൊരു എന്താണ് ഫിഫോ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഈക്വലന്റ് യൂണിറ്റ് നമ്മൾ കണ്ടെത്തും. ഓക്കെ, ഇതൊരു ക്രോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോരോ ഗ്രൂപ്പ് സ്റ്റേജ് ഇൻട്രൊഡ്യൂസ്ഡ് ആണ്, കംപ്ലീറ്റഡ്, അങ്ങനെ 3 ഗ്രൂപ്പുകളാക്കി തിരിക്കും. ഏതൊരു ഫിഫോ മെത്തേഡ് ആണെങ്കിൽ. ആവറേജ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ തിരിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക്. നമ്മൾ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ആണ് ഇനി പ്രിപ്പയർ ചെയ്യാനുള്ളത്. നമുക്ക് ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. യെസ്, ഓക്കെ. നിങ്ങൾ വരച്ചെടുക്കുക കേട്ടോ. എന്നോടൊപ്പം ചെയ്താൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്തു പോവുകയും ചെയ്യാം. ഒരു ബേർഡൻ ആവാതെ പോകും. യെസ്, നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ആണ്. ഹെഡ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മാറിയതാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് നോക്കാം. നമുക്ക് വേണ്ട കോളം എലമെന്റ് ഓഫ് കോസ്റ്റ് എന്നുള്ള കോളം, പിന്നെ കോസ്റ്റ് കോളം, പിന്നെ ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് എന്നുള്ള കോളം, കോസ്റ്റ് പെർ യൂണിറ്റ്, ഇങ്ങനെ കോളംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇതൊരു ഇന്നർ കോളത്തിന് ഈ ഒരു എക്സ്ട്രാ ഒരു കോളം കൊടുത്തിട്ട് ആ ഇന്നർ കോളത്തിനകത്ത് എഴുതിയാലും മതി. ഓക്കെ, അത് നമ്മുടെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ് അക്കൗണ്ടിൽ കൃത്യമായിട്ട് ഫോർമാറ്റ് ഇല്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ കണ്ടന്റുകൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഹെഡ് മിസ്റ്റേക്ക് ആണ്. എന്താണ് ഹെഡ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ എന്നല്ല ഹെഡ് വരേണ്ടത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് എന്നാണ് കേട്ടോ സെക്കൻഡ് ഹെഡ് വരുന്നത്. അതൊന്ന് കറക്റ്റ് ആക്കുക നിങ്ങൾ ഏത് വരയ്ക്കുന്ന സമയത്ത്. ക്ലിയർ? അപ്പൊ ഇനി നോക്കുക, മെറ്റീരിയൽ. മെറ്റീരിയൽ എത്രയാണ്? മെറ്റീരിയൽ ഇവിടെ നമുക്ക് 3 എലമെന്റ് ആണുള്ളത്. മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, പിന്നെന്താണുള്ളത്? ഓവർഹെഡ് ഉണ്ട് അല്ലെ? 3 എലമെന്റ് നമുക്ക് ഈ പ്രോബ്ലത്തിലുള്ളൂ, അറിയാലോ. അപ്പൊ നമുക്ക് ആ 3 എലമെന്റ് എഴുതാം. 3 എലമെന്റ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ 3 എലമെന്റിലും നമുക്ക് ഓപ്പണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ്ഡ് ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് കൊണ്ടുവന്നതുമുണ്ട്. ഓക്കെ, അപ്പം നമുക്കത് അങ്ങനെ അതുകൊണ്ട് തന്നെ അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എലമെന്റ് എഴുതാം, മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം മെറ്റീരിയൽ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിൽ മെറ്റീരിയൽ ഉണ്ട് അല്ലെ? എത്രയാണ്? 7500 മെറ്റീരിയൽ ഉണ്ട്. ലേബർ 3000 ഉണ്ട്. ദെൻ ഓവർഹെഡ് എത്രയാണ്? 1500 ഉണ്ട്. പിന്നെന്താണ്? ഡ്യൂറിംഗ് ദി പീരീഡ്, ഈ ഒരു പീരീഡിലേക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ എത്രയാണ്? 1 lakh. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ 1 lakh. പിന്നെ ലേബർ 78,000. ഓവർഹെഡ് 39,000. ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെയായിട്ട്. അപ്പൊ നമുക്ക് മെറ്റീരിയലിനെ ആ രണ്ടും ഇവിടെ കാണിക്കാം എലമെന്റ് ഓഫ് കോസ്റ്റിൽ. അതായത് ഓപ്പണിംഗിൽ മെറ്റീരിയൽ ഉണ്ട്. എത്രയാണ് ഓപ്പണിംഗ് മെറ്റീരിയൽ? 7500. ഓക്കെ, ദെൻ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് ഇൻകർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എത്രയാണ്? മെറ്റീരിയൽ ഇൻകർ ഡ്യൂറിംഗ് ദി പീരീഡ് എത്രയാണ്? അത് 1 ലക്ഷമാണ്. ഓക്കെ, ദെൻ അവ രണ്ടും കൂടി കൂട്ടിയിട്ട് 1,07,500. ക്ലിയർ? ദെൻ മെറ്റീരിയലിന്റെ ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് എത്രയാണ്? നമുക്ക് എവിടെ നോക്കിയാൽ കിട്ടും? നമ്മൾ തൊട്ട് മുമ്പേ വരച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷനിൽ പോയാൽ അതിൽ മെറ്റീരിയലിന്റെ കോളത്തിന്റെ ടോട്ടൽ അതാണ് എന്ത്? ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ ആ കോളത്തിൽ എഴുതേണ്ടത്. ഞാൻ ചുരുക്കി എഴുതിയാണ് കേട്ടോ. ഇക്യു പ്രോ യൂണിറ്റിന് എഴുതിയത്
ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് എന്നാണ് മനസ്സിലാക്കുക. അപ്പൊ ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് എത്രയാണ്? 10,000 മെറ്റീരിയലിന് വരുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ നോക്കിയാൽ അത് കാണാൻ പറ്റും. ഓക്കെ, 10,000. ദെൻ അപ്പൊ നമുക്ക് ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ പ്രയാസമുണ്ടോ? മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ വലിയ പ്രയാസമില്ല. എന്താ എങ്ങനെ കാണാം? 1,07,500 ഡിവൈഡ് ബൈ 10,000 ചെയ്യുക. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 10.75 ആണ്, 10.75. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത എലമെന്റ് ഓഫ് കോസ്റ്റ്, നെക്സ്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് ഏതാണ്? ക്വസ്റ്റ്യൻ പ്രകാരം ലേബർ ആണ്. ലേബറും ഓപ്പണിംഗ് വാല്യൂ ഉണ്ട്, എത്രയാണ്? 3,000. ദെൻ അതും ഈ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഇൻകർ ചെയ്തിട്ടുള്ള ലേബർ കോസ്റ്റ് ഉണ്ട്, എത്രയാണ്? 78,000. അപ്പോൾ ഇൻകേർഡ് ഫോർ ദി പീരീഡ്, ഈ പീരീഡിലേക്ക് വന്നിട്ടുള്ള ലേബർ കോസ്റ്റ് 78,000. ഓക്കെ, ദെൻ എന്താണ് അതിന്റെ ടോട്ടൽ 3,000 പ്ലസ് 78,000 എത്ര വരും? 81,000 വരും. ദെൻ ലേബറിന്റെ ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് എത്രയാ? എവിടെ നോക്കുക? സ്റ്റേറ്റ്മെന്റ് തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെന്റ് പോവുക. തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ലേബറിന്റെയും ഓവർ ഹെഡിന്റെയും ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് സെയിം തന്നെയാണ്. എത്രയാണ്? 9,000 ആണ്. അപ്പൊ നമ്മൾ ആ 9,000 ഇവിടെ എഴുതുന്നു. ദെൻ ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? 81,000 ഡിവൈഡ് ബൈ 9,000, വിച്ച് മീൻസ് എത്രയാണ്? 9 ആണ് അല്ലെ? 9 രൂപയാണ് എന്ത് കോസ്റ്റ് പെർ യൂണിറ്റ് ലേബറിന്റെ വരുന്നത്. ഇനി അതേപോലെ മൂന്നാമത്തെ എലമെന്റ്, തേർഡ് എലമെന്റ് ഓവർ ഹെഡ് ആണ്. ഓവർ ഹെഡും ഓപ്പണിംഗ് എമൗണ്ട് എത്രയാണ്? 1,500. ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ടേബിളിനകത്ത് കാണാം 1,500. ക്വസ്റ്റ്യനിൽ ടേബിളിനകത്തുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്? ഓവർ ഹെഡ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദി പീരീഡ്, ഫോർ ദി പീരീഡ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 39,000, 39,000 അല്ലേ? ഓക്കെ, അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 40,500 വരും. ദെൻ ഇതിന്റെയും ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് സെയിം തന്നെയാണ്, എത്രയാണ്? 9,000 ആണ്. ദെൻ 40,500 ഡിവൈഡ് ബൈ 9,000 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓവർ ഹെഡിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഓവർ ഹെഡിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരുന്നത്? അപ്പം 40,500 ഡിവൈഡ് ബൈ 9,000. ഓക്കെ, എത്ര വരുന്നത്? 40,500 ഡിവൈഡ് ബൈ 9,000 1 മിനിറ്റ്. $4.5 വരും അല്ലെ? 4.5. യെസ്, ഓക്കെ അല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു നമ്മള്? അപ്പം മൊത്തം ആ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വന്നിട്ടുള്ള അത് മെറ്റീരിയലിന്റെയും ലേബറിന്റെയും ഓവർ ഹെഡിന്റെയും ഈ എമൗണ്ടുകളെ മൊത്തത്തിൽ നമുക്ക് കൂട്ടിയാൽ നമുക്ക് മൊത്തം ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോൾ ഒരു ഫിനിഷ്ഡ് ഔട്ട്പുട്ടിന് വരുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് കിട്ടും. അത് എത്രയാണ് വരുന്നത്? മൊത്തം വരുന്നത് 24.25, 24.25 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഈ ഒരു രീതിയിലാണ് വരയ്ക്കേണ്ടത്. അപ്പം വേണ്ട കോളങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോറി. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ തരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രോസസ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ലോസും നോർമൽ ലോസും ഒക്കെ ഉള്ള ഒരു പ്രോബ്ലം അങ്ങനെ ആ രീതിയിലും ചോദിക്കാം. അപ്പൊ നമുക്ക് ഒന്ന് ശരിക്ക് പഠിക്കുക. കാരണം ആ രീതിയിലുള്ള ക്വസ്റ്റിനേക്കാളും സാധ്യത ഈ ഈക്വലന്റ് പ്രൊഡക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ലോസിന്റെ ഒക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിഗ്രി ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ട് ഒരു PG സ്റ്റുഡൻസിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, FIFOയിലോ LIFOയിലോ ആവറേജിലോ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. എന്തായാലും ഒന്ന് പ്രതീക്ഷിക്കുക കേട്ടോ. യെസ്, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ അല്ലെ? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ, ഞാൻ ഇനി സ്ക്രീൻ മാറ്റട്ടെ? ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഇനി നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ, അതും ഞാൻ പറഞ്ഞു, പെർട്ടിക്കുലർ ഫോർമാറ്റ് ഒന്നുമില്ല. നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത് എന്താണ്? രണ്ട് എമൗണ്ട് കോളം കൊടുക്കുക, ഒരു എന്താണ് പെർട്ടിക്കുലർ കോളം പോലെയുള്ള ഒരു സൈസിലുള്ള ഒരു കോളം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ,
ഇവിടെ ഇത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷന്റെ ഇതിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷന്റെ ഔട്ട്പുട്ട് കോളത്തിൽ വരുന്ന ഐറ്റംസ് ആയിരിക്കും ഇവിടെ വരിക. ക്ലിയർ? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷന്റെ അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലെ ഔട്ട്പുട്ട് കോളത്തിലുള്ള അതേ ഐറ്റംസ് നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതായിരിക്കും ഇതിനകത്ത് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഔട്ട്പുട്ട് കോളത്തിൽ നമ്മൾ എഴുതിയ ഒന്നാമത്തെ ഐറ്റം എന്താണ്? ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിവിടെ എഴുതുന്നു ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. ഈ ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്നായതുകൊണ്ട് തന്നെ അതിന്റെ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് അതിനെ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്ന് പറഞ്ഞ് സ്പിറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? കാരണം എന്താണ്? അത് കംപ്ലീറ്റ് ആയതാണല്ലോ. കംപ്ലീറ്റ് ആവാത്ത കേസിൽ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് യൂണിറ്റിന്റെ വില നമുക്കറിയാം. ആ 3 സ്പിറ്റപ്പിന്റെയും ടോട്ടൽ നമ്മൾ 24.25 എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഈ സ്റ്റേറ്റ്മെന്റ് നോക്കി നമുക്ക് കാണാം. 24.25 എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കംപ്ലീറ്റ് യൂണിറ്റിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 24.25 നമുക്കറിയാം. അപ്പം അവിടെ സ്പിറ്റപ്പിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷേ കംപ്ലീറ്റ് യൂണിറ്റ് ആവാത്തത് ഉണ്ട് എങ്കിൽ നമ്മൾ അവിടെ സ്പിറ്റപ്പ് ചെയ്തിട്ട് കാണിക്കേണ്ടി വരും ഇതിനകത്ത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനകത്ത്. അപ്പൊ നോക്കുക, ഇവിടെ ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. എത്ര യൂണിറ്റ് ആണ് ഫിനിഷ്ഡ് ഉള്ളത്? ഫിനിഷ് ആയിട്ടുള്ളത് 8000 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ അറിയാം നമുക്ക്. അപ്പോൾ ഒരു യൂണിറ്റിന് 24.25 ആണ് എന്ന് നമുക്ക് ഏത് സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ കിട്ടും? സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ നമുക്ക് അതിന്റെ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഇത് 24.25 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് കിട്ടുന്നത് ഏത് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ 8000 ഇൻറ്റു 24.25 ചെയ്യുക. അപ്പോൾ വരുന്ന ആൻസർ 1,94,000 ആണ് അല്ലെ. 1,94,000 രൂപയാണ് വരിക. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷനിലേക്ക് വീണ്ടും നോക്കുക. അവിടെ വരുന്ന അടുത്ത ഐറ്റം എന്താണ്? ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്കറിയാം എന്താണ്? വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാത്തതാണ്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ സ്പ്ലിറ്റപ്പിന്റെ ആവശ്യം വരും. അപ്പോൾ നമ്മൾ എഴുതുന്നു ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, എന്നിട്ട് കോളൻ ഇട്ടിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതിൽ മെറ്റീരിയൽ എത്ര, ലേബർ എത്ര, ഓവർഹെഡ് എത്ര എന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എടുക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ എത്ര എന്ന് കിട്ടും. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ മെറ്റീരിയൽ എത്ര യൂണിറ്റ് ആണ്? 2000 യൂണിറ്റ് ആണ് അല്ലെ. ദെൻ അതിന്റെ മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? നമുക്ക് അവിടെ നോക്കിയാൽ കിട്ടും. നമുക്കത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ പോയാൽ മതി. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 10.75 ആണ് എന്ത്? മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ 2000 ഇൻറ്റു 10.75 ചെയ്താൽ നമുക്ക് കിട്ടും 21,500. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്താണ്? ലേബർ ആണ്. ലേബറിന്റെ ഈക്വലന്റ് പ്രൊഡക്ഷൻ എത്രയാണ്? നമുക്ക് ഈക്വലന്റ് പ്രൊഡക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് പോയാൽ കിട്ടും. എത്രയാണ് അത് വരുന്നത്? 1000 ആണ് അല്ലെ. അപ്പൊ 1000 ലേബറിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 9 ആണ്. അപ്പോൾ 1000 ഇൻറ്റു 9 എത്ര വരും? 9000 വരും. അതേപോലെ ഓവർഹെഡിന്റെ ഈക്വലന്റ് യൂണിറ്റ് 1000 തന്നെയാണ്. ഓവർഹെഡിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് 4.5 ആണ്. അപ്പോൾ 1000 ഇൻറ്റു 4.5 4500 4500 വരും. ഓക്കെ, ഇനി ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ട് അടുത്ത കോളത്തിലേക്ക് എഴുതാം. അപ്പം 35,000 35,000 ആണ് എന്ത് വരുന്നത്? ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ വാല്യൂ വരുന്നത് 35,000 ആണ്. ഓക്കെ, ക്ലിയർ? നമുക്ക് ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്തിടാം. ടോട്ടൽ ചെയ്തിടുന്ന സമയത്ത് 2,29,000 ആണ് വരിക. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഏത് കോളമാണ്? നമ്മുടെ ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റിന്റെ കോളം. ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റിന്റെ കോളത്തിൽ നിന്നും അതിന്റെ ഔട്ട്പുട്ട് കോളത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കോളത്തിൽ എഴുതേണ്ട ഹെഡ് ഏതാണെന്ന് മനസ്സിലാവും. ദെൻ അതിൽ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്യുന്ന, അതായത് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയാലും ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയാലും നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് എഴുതുന്ന സമയത്ത് മെറ്റീരിയലിന്റെയും ലേബറിന്റെയും ഓവർഹെഡിന്റെയും ഒക്കെ ഈക്വലന്റ് യൂണിറ്റ് എത്രയാണ് എന്നുള്ളത് അവിടെ കാണിക്കുക. ഈ ഒരു ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ അതായത് ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റിന്റെ ആ ഒരു ടേബിൾ നോക്കിയാലായിരിക്കും കിട്ടുക. പിന്നെ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ്, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നമുക്ക് ഓരോന്നിന്റെയും കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക ഈ ഒരു രീതിയിൽ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ, പ്രോസസ് അക്കൗണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഈക്വലന്റ് പ്രൊഡക്ഷനും ഉണ്ടാക്കി കഴിഞ്ഞു, കോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനും കഴിഞ്ഞു.
ഇനി നമുക്ക് ഈ 3 ടേബിളിന്റെയും സഹായത്തോടു കൂടി നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി പ്രോസസ് അക്കൗണ്ടിലേക്ക് പോവാണ്. വരച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. പ്രോസസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇങ്ങനെയാണ് ഫോർമാറ്റ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് അല്ലെ. പെർട്ടിക്കുലർ കോളം, യൂണിറ്റ് കോളം, എമൗണ്ട്, പെർട്ടിക്കുലർ യൂണിറ്റ് എമൗണ്ട്. അതായത് ഒരു പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ മാക്സിമം പോയാൽ എന്തൊക്കെ വരും? ഡെബിറ്റ് സൈഡിൽ വരിക ഇൻപുട്ടുകളായിരിക്കും. മാക്സിമം പോയാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവാം, പിന്നെന്താണ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്, ഈ റോ മെറ്റീരിയൽ ഉണ്ടാവാം, ലേബർ ഉണ്ടാവും, ഡയറക്റ്റ് വേജ് ഉണ്ടാവും, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും, ഓവർ ഹെഡുകൾ ഉണ്ടാവാം, ചിലപ്പോൾ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അബ്നോർമൽ ഗെയിൻ ഉണ്ടാവാം അല്ലെ. ഇത്രയാണ് ഡെബിറ്റ് സൈഡിൽ മാക്സിമം പോയാൽ ഉണ്ടാവുക. ക്രെഡിറ്റ് സൈഡിലോ മാക്സിമം പോയാൽ എന്തൊക്കെ ഉണ്ടാവാം? നോർമൽ ലോസ് ഉണ്ടാവാം, അബ്നോർമൽ ലോസ് ഉണ്ടാവാം, സ്ക്രാപ്പ് ഉണ്ടാവാം, ദെൻ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് ഉണ്ടാവാം, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവാം. ഇത്രയാണ് അവിടെയും ഉണ്ടാവുക. ഇത്രയും ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഇത്രയും ഐറ്റംസ് ക്വസ്റ്റ്യനകത്തുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓരോ ഭാഗത്ത് വരുന്ന ഐറ്റംസ് കൃത്യമായിട്ട് ഈ രീതി മനസ്സിലാക്കിയാൽ മതി. ഡെബിറ്റ് സൈഡിൽ ഇൻപുട്ട്, ക്രെഡിറ്റ് സൈഡിൽ ഔട്ട്പുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലോസുകൾ അല്ലെ. ഡെബിറ്റ് സൈഡിൽ എന്താണ്? ഇൻപുട്ട് അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ എക്സ്ട്രാ വരുന്നത്. ഈ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊരു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഇൻപുട്ടുകൾ നമുക്ക് എന്തൊക്കെയാണ് ഇൻപുട്ട് ആയിട്ടുള്ളത്? ഒന്ന് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് തന്നെയാണ് അല്ലെ. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്ര യൂണിറ്റ് ആണ്? 2000 യൂണിറ്റ് ആണ്. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ 2000 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? വാല്യൂ എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സിംഗിൾ എമൗണ്ട് ആയിട്ട് അവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗമുണ്ട്. 7500, 3000, 1500 ഈ 3 എമൗണ്ടും കൂടി ആഡ് ചെയ്ത് വെക്കുക. അപ്പൊ എത്ര വരും? 12000 വരും അല്ലെ. അപ്പോൾ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ വാല്യൂ വരുന്നത് ആ 3 എമൗണ്ടുകൾ. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചേർന്നതാണ്? മെറ്റീരിയലും ലേബറും ഓവർഹെഡും ആ 7500, 3000, 1500 ചേർന്നതാണ് അല്ലെ. അപ്പം ആ 3 എമൗണ്ടുകൾ ആഡ് ചെയ്ത് കിട്ടുന്ന 12000 ആയിരിക്കും എന്ത് എമൗണ്ട് ആയിട്ട് വരിക? ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. അപ്പൊ 12000 എങ്ങനെ കിട്ടി? ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതെങ്ങനെ കിട്ടി എന്ന് കൺഫ്യൂഷൻ ആവരുത്. അതെങ്ങനെയാണ്? നമുക്ക് സിമ്പിൾ ആണ്. ഞാൻ അതിൽ നോക്കിയാൽ തന്നെ കിട്ടും. ഇൻ ഡൗട്ട് ഉള്ളവർ മനസ്സിലാക്കാതെ ആ 3 എണ്ണം കൂടി ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിന് സ്പിറ്റപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് 3 കൂടി ആഡ് ചെയ്തിട്ടാണ് ആ എമൗണ്ട് നമ്മൾ കണ്ടെത്തിയത് എന്നുള്ളത്. പിന്നെ അടുത്തായിട്ട് എന്താണ്? മെറ്റീരിയൽ, പിന്നെ എന്താണ്? യൂണിറ്റ് ഇൻട്രൊഡ്യൂസർ ഉണ്ട്. യൂണിറ്റ് ഇൻട്രൊഡ്യൂസറിൽ മെറ്റീരിയൽ, ലേബർ, പിന്നെന്താ ഉണ്ടാവുക? ഓവർഹെഡ് ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ നോക്കുക. അപ്പം അടുത്തായിട്ട് എഴുതുക മെറ്റീരിയൽ. പിന്നെ വന്നിട്ടുള്ള മെറ്റീരിയലിന് വന്നിട്ടുള്ള എത്രയാണ്? അത് ആ മെറ്റീരിയലിന് വന്നിട്ടുള്ള മെറ്റീരിയൽ എത്രയാണ് നമുക്കറിയാം. എത്രയാണ്? 8000 യൂണിറ്റ് ആണ്. ആ മെറ്റീരിയലിന്റെ വാല്യൂ എത്രയാണ്? ആ മെറ്റീരിയലിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഏറ്റവും താഴെയായിട്ട് തന്നിട്ടുണ്ട് അല്ലെ. മെറ്റീരിയൽ ഇൻകേർഡ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറഞ്ഞിട്ട് അല്ലെ. എത്രയാണ് ഇൻകേർഡ് ചെയ്തിട്ടുള്ളത്? 1,00,000 ആണ് അല്ലെ. ആ മെറ്റീരിയലിന് വന്നിട്ടുള്ളത് 1,00,000 ആണ്. പിന്നെ ലേബർ ഉണ്ട്. ലേബർ അല്ലെ, ഈ ഒരു പെർട്ടിക്കുലർ ബെഡിൽ വന്നിട്ടുള്ള ലേബറിന് വന്നിട്ടുള്ള ചാർജ് എത്രയാണ്? 78,000 ആണ്, 78,000 ആണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഓവർ ഹെഡ് ആണുള്ളത് അടുത്ത ഐറ്റം. ഓവർ ഹെഡ് എത്രയാണ്? 39,000 ആണ്. അത് എവിടെ നിന്ന് കിട്ടും? ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് തന്നെ ഉണ്ടാകും അല്ലെ. അപ്പൊ ആ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടിയത് ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഭാഗത്ത് നിന്നാണ്. അപ്പൊ ഇത്രയും ഐറ്റമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ഒരു പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇത്രയും ഐറ്റങ്ങൾക്ക് പുറമെ മേ ബി ക്വസ്റ്റ്യൻ ബാലൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അബ്നോർമൽ ഗെയിനോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്രയും മാക്സിമം പോയാൽ ഒരു ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയാണ്. ക്രെഡിറ്റ് സൈഡിൽ എന്താണ്? ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് അല്ലെ. അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എത്ര യൂണിറ്റ് ആണ്? ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കറിയാം 8000 യൂണിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ആ 8000 യൂണിറ്റിന്റെ എത്ര വില വരുന്നു? നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള 8000 യൂണിറ്റിന് വരുന്ന വില എത്രയാണെന്നത് നമുക്ക് തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1,94,000 എന്നുള്ളത്. അപ്പോൾ 1,94,000 ആണ് ഔട്ട്പുട്ട് ട്രാൻസ്ഫറിന് നേരെ എഴുതേണ്ടത്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ നോക്കിയാൽ കാണാം. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1,94,000. നമ്മൾ അതുപോലെ എഴുതുന്നു. പിന്നെ അടുത്ത ഐറ്റം എന്താണ്? ഇവിടെ അബ്നോർമൽ ലോസ് ഇല്ല, നോർമൽ ലോസ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്? വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. സ്ക്രാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യൻ ഇല്ല. പിന്നെ ഉള്ളത് എന്താണ്? ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതുന്നത് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. അത് എത്രയാണ്? 2000 യൂണിറ്റ് ആണ്. ആ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ വാല്യൂ എത്രയാണ്? അതും നമുക്ക് എവിടെ നോക്കിയാൽ കിട്ടും? തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ കിട്ടും. ഏതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ നോക്കുക. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ വാല്യൂ എത്രയാണ്? 35,000 അല്ലെ. 35,000 അവിടെ എഴുതുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു?
വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ യൂണിറ്റ് കോളം 10,000 വന്നു, രണ്ട് സൈഡിലും അതുകൊണ്ട് 10,000 വരുന്നു അല്ലേ. ദെൻ എമൗണ്ട് കോളം 1,94,000 ആണ് വരുന്നത്. 1,94,000 അല്ല വരുന്നത്, 2,29,000 ആണ് വരേണ്ടത്. ഞാൻ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ആഡ് ചെയ്യുന്ന സമയത്ത് 2,29,000 ഉണ്ടാവും. അതായത് അത് നിങ്ങളൊന്ന് കറക്റ്റ് ആക്കുക കേട്ടോ. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷന്റെ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ് അക്കൗണ്ടിന്റെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരിക. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. അതല്ല എങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എമൗണ്ട് വരേണ്ടത് 2,29,000 ആണ് എമൗണ്ട് വരേണ്ടത് കേട്ടോ. 2,29,000, 2,29,000. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷന്റെ എമൗണ്ട് എത്രയാണോ അതേ തന്നെ എമൗണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷന്റെ സെയിം എമൗണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത്, 2,29,000. അതാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തത് ശരിയാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മുടെ ഈ പറഞ്ഞ കാര്യം. അതായത് പ്രോസസ് അക്കൗണ്ടിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനിലെ ടോട്ടലിന് തുല്യമായിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഡേ ക്ലാസ് നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം, FIFO അല്ലെങ്കിൽ LIFO അല്ലെങ്കിൽ ആവറേജ് കേട്ടോ. അപ്പൊ പ്രാക്ടീസ് ചെയ്യുക, എക്സാമിന് ഈസി ആവും. അങ്ങനെ 1-2 പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ. ഓക്കെ, അപ്പൊ ശരി.